നമസ്കാരം. ധനബില്ല് പാസാക്കി കേരള നിയമസഭ. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് ധനബില്ല് പാസാക്കിയിരിക്കുന്നത്. സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ബില്ലിന് സഭ അംഗീകാരം നൽകിയത്. ബില്ലിലെ വിവിധ വകുപ്പുകളിന്മേൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ സഭയിൽ ഹാജരായിരുന്നില്ല. ഔദ്യോഗിക ഭേദഗതികൾ ഒന്നൊന്നായി അവതരിപ്പിക്കുകയും അവ ശബ്ദ വോട്ടോടെ സഭ അംഗീകരിക്കുകയുമായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചാൽ കേരളത്തിൽ അത് വിൽക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനാണ് ഇതിന്റെ ഹോൾസെയിൽ കുത്തക. സർക്കാർ വേണ്ടെന്ന് വെച്ചാൽ KSBC സാധനം വാങ്ങില്ല, അതോടെ വിൽപ്പനയും നടക്കില്ല. ബജറ്റിന്റെ ശോഭ കെടുത്താൻ ചിലർ നടത്തുന്ന പ്രചാരണങ്ങൾ മാത്രമാണ് ഈ വിവാദമെന്നും സർക്കാർ കൃത്യമായ പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ മറുപടിയാണ് മുഖ്യമന്ത്രി. സർ, ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച ബാധ്യതകളുടെ വലിയ കടം പേറുമ്പോഴും ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. അതിശക്തമായ ടാക്സ് ഡ്രൈവ് നടത്തിയും നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫിനാൻസ് മാനേജ്മെൻറ്റ് നടപ്പാക്കിയും ഖജനാവിലെ ചോർച്ച തടഞ്ഞും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചു. പണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഗവൺമെൻറ്. ജനങ്ങളുടെ തലയിൽ നികുതി കെട്ടിവെച്ചിട്ടല്ല, അല്ലാതെ പണമുണ്ടാക്കി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിയും. വളരെ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ഈ ഫിനാൻസ് ബില്ലിൽ പറയുന്നത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പ്രസംഗം നടത്തി. പോകുന്ന വഴിക്ക് വാക്കൗട്ട് പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ഈ ഫിനാൻസ് ബില്ലിലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം ഒളിച്ചാണ് കടത്തിയത്. അതുകൊണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ മനസ്സിലായില്ല ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് വരും, അതിൻ്റെ അകത്ത് ഇതുണ്ടാവുമെന്ന്. സർ, എന്നാണ് സർ ബജറ്റ് അവതരിപ്പിച്ചത്? ബജറ്റ് 19/6/2026 അല്ലേ? ഈ മാസം 19-ാം തീയതി. ആ ബജറ്റിലാണ് ഈ നികുതി നിർദ്ദേശം വരുന്നത്. ആ ബജറ്റിലാണ് നികുതി നിർദ്ദേശം വരുന്നത്. സർ, എന്നാണ് BSC കൂടുന്നത്? 23/6-നാണ് BSC കൂടുന്നത്. അപ്പോൾ BSC കൂടി ഫിനാൻസ് ബില്ലിൻ്റെ കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഫിനാൻസ് ബില്ലിൽ ബജറ്റിലെ നികുതി നിർദ്ദേശം വരുമെന്ന് അറിയാത്ത ആളാണോ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ്? ആണോ? ബജറ്റിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകളും നികുതി നിർദ്ദേശങ്ങളും ഫിനാൻസ് ബില്ലിൽ വരും എന്നറിയാത്ത ഒരാളാണോ 10 വർഷം കേരളം ഭരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ട് ഒളിച്ചു കടത്തിയെന്ന് ഈ ഫിനാൻസ് ബില്ലിൽ ഈ വിഷയം ഫിനാൻസ് ബില്ലിൽ ഒളിച്ചു കടത്തിയതല്ല, ബജറ്റിൽ അവതരിപ്പിച്ചാണ് ടാക്സ് നിർദ്ദേശം. ഞാൻ അതിൻ്റെ സാഹചര്യങ്ങൾ ബജറ്റിൻ്റെ സമാപന പ്രസംഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്കൗട്ട് ചെയ്യുന്നത് എനിക്കറിയാം. ഞാനത് ഒന്നുകൂടി പറയുമെന്നറിയാം. എന്നാലും റെക്കോർഡിൽ കിടക്കട്ടെ, പറഞ്ഞിട്ട് പോയതല്ലേ. ഈ ഫയൽ ആരംഭിക്കുന്നത് 16/11/2021 അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സെക്രട്ടറിയുടെ ഒരു കുറിപ്പുണ്ട്. കുറിപ്പ് എന്താണെന്നറിയാമോ? വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യത പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ള AP ഉദയഭാനു കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. വിൽപ്പന കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുഖേന ആയതിനാൽ നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. നമ്മുടെ കാലത്തല്ല, 2021. ആയതിനാൽ ഇത്തരം മദ്യം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാത്തതാണ്. വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്നും കാണുന്നില്ല. ടൂറിസം, IT മേഖലകളിൽ ഉണർവുണ്ടാക്കുന്നതിനും സഹായകരമാണ്. സർ, ഈ നോട്ട് 4-ലെ ഖണ്ഡിക 4 കാണുക. ഇതിൽ പറയാണ്, ബക്കാടി ഇന്ത്യ, STF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി അവതരിപ്പിക്കുക. നോട്ട് 47, അന്നത്തെ മന്ത്രി MV ഗോവിന്ദൻ ചട്ട ഭേദഗതിയുടെ കരട് അംഗീകരിച്ചു. 25/7/2022 നോട്ട് 63, നോട്ട് 70 കരട് ചട്ട ഭേദഗതി സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് നൽകാനുള്ള അംഗീകാരം MV ഗോവിന്ദൻ മന്ത്രിയായിരിക്കുമ്പോൾ നൽകി. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിക്കുന്ന കുറിപ്പ് ആരുടെയാണ്? MV ഗോവിന്ദൻ്റെ കുറിപ്പ്. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പ് ഞാൻ വായിക്കാം. അങ്ങ് ഉണ്ടായിരുന്നു അതിൽ കമ്മിറ്റിയിൽ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന്
അപ്പം ഞാനിത് കൊണ്ടുവന്നപ്പോൾ മദ്യവ്യാപനം ഉണ്ടാവും എന്ന് പറഞ്ഞ ആളുകളാ. ഇതിൽ എഴുതിയിരിക്കുകയാണ്, സബ്ജക്ട് കമ്മിറ്റിയുടെ നോട്ടിൽ എഴുതിയിരിക്കുകയാണ്, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കുറച്ചുകൊണ്ടുവരുന്നതിന് മദ്യവർജനത്തിൽ ഊന്നിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. മദ്യനിരോധനം പ്രായോഗികമായി വിജയകരമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് അനുഭവങ്ങളുടെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്യവർജനം എന്ന ആശയം കൈക്കൊണ്ടത്. സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തിയ ഉദയഭാനു കമ്മീഷൻ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വീര്യം 42.86%. ഇതോടൊപ്പം തന്നെ 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. 2022-23 മദ്യനയത്തിൽ, ഇവരുടെ തന്നെ മദ്യനയത്തിൽ, പഴയ ഗവൺമെന്റിന്റെ 20% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യം വിപണനം നടത്തുന്നതിന് അനുമതി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിരുന്നു. അതിന്റെ ഭാഗമായി 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യവിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതിനായി വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് ചട്ടം തയ്യാറാക്കിയിരുന്നു. പ്രസ്തുത കരട് ചട്ടം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കുന്നു. സാർ, ഇത് വെച്ചിട്ട് ഫോറിൻ ലിക്കർ റൂൾസിൽ അമെൻമെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെൻമെന്റ് നടത്തി കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യും. ബിയറിനൊരു കാറ്റഗറി ഉണ്ട്, വൈനിനൊരു കാറ്റഗറി ഉണ്ട്, 400 രൂപയ്ക്ക് കൂടുതലുള്ള മദ്യത്തിന് ഒരു കാറ്റഗറി ഉണ്ട്, അതിന് താഴെയുള്ള മദ്യത്തിന് ഓരോ കാറ്റഗറി ഉണ്ട്. ഈ ഓരോ കാറ്റഗറിക്കും ടാക്സ് ഉണ്ട്, ഓരോ കാറ്റഗറിക്കും. അത് ടാക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ കാറ്റഗറിക്ക് ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സാണ് ഈ ബജറ്റിലൂടെ ഗവൺമെന്റ് ചെയ്തത്. അത് അവരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത് ഫയലുകളിൽ ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള നികുതി വേണമെന്നാണ്. നമ്മളത് ചെയ്തില്ല. 0.5 തൊട്ട് 10 വരെയുള്ളതിന് ബിയറിനേക്കാൾ വൈനിനേക്കാൾ ഉയർന്ന ടാക്സ് ഈടാക്കി 120%. എന്നിട്ട് 10% മുതൽ 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%. ഞങ്ങളത് പരിശോധിച്ച് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന റേറ്റാണ് കേരളത്തിൽ, ഏറ്റവും ഉയർന്ന റേറ്റ് കേരളത്തിൽ. പിന്നെ കർണാടക ഗവൺമെൻറ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി സിദ്ധരാമയ്യ ഗവൺമെൻറ് അത് നടപ്പാക്കി. അതിലവർ WHO കോട്ട് ചെയ്തു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സാർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വലിയൊരു ഡോക്യുമെൻ്റാണ്. ആ വലിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോഗത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഹാർഡ് ലിക്കർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഒരുപാട് രോഗങ്ങൾ. എന്നിട്ട് അവർ പറയുന്നത്, അവരുടെ സ്ട്രാറ്റജി, അവരെല്ലാ മദ്യനിർമ്മാണ കമ്പനികളോടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയാണ്, നിങ്ങൾ ഹാർഡ് ലിക്കർ അത് കുറച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ മുഴുവൻ ആൽക്കഹോളിക് കണ്ടന്റ് കുറവായ മദ്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ലോകം രോഗാതുരമാവും, അപകടമാണ് എന്ന് പറയാണ്. ആ WHO റിപ്പോർട്ട്, ഗ്ലോബൽ സ്ട്രാറ്റജി, അത് കോട്ട് ചെയ്തുകൊണ്ടാണ് കർണാടക ഗവൺമെൻറ് അത് ഉത്തരവിറക്കിയത്. അതിനുശേഷം അവർ മുഴുവൻ ടാക്സ് റീസ്ട്രക്ചർ ചെയ്തു. ഒരു 3 മാസം മുമ്പ് സിദ്ധരാമയ്യ ഗവൺമെൻറ് വീര്യം കുറഞ്ഞ ആൽക്കഹോളിക് കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സ്, അവർ ബിയറിൻ്റെ കുറച്ചു, വൈനിൻ്റെ കുറച്ചു, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കുറച്ചു, എന്നിട്ട് ഹാർഡ് ലിക്കറിൻ്റെ ടാക്സ് കൂട്ടി. ഇതൊരു ഇതാണ്. ഇപ്പം ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ ഈ കാറ്റഗറിക്ക് ഞങ്ങൾ ടാക്സ് വെച്ചു. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പം ഈ പറഞ്ഞ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന അപ്പം തന്നെ ഇത് വിൽപ്പന വരും എന്ന് പറയുന്നതിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നാണ് 5 കൊല്ലക്കാലം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ വിൽപ്പന. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനാണ് മോണോപ്പൊളി, എന്തിൻ്റെ ഹോൾസെയിൽ മോണോപ്പൊളിയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അല്ലാതെ കേരളത്തിൽ ഒരു ഏജൻസിക്കും ഇത് വിൽക്കാൻ പറ്റില്ല. അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക്, ബിവറേജിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ലിക്കറും
ബാറുകളിലേക്ക്, സ്വകാര്യ ബാറുകളിലേക്ക് പോകുന്ന ലിക്കറും പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്ന്? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ബിവറേജ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിക്കുകയാണ്. ഇപ്പം നമ്മുടെ UDFിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല, ഇത് കൊടുക്കൂല, തീർന്നില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിയമപരമായി ബാധ്യത വരും, അതുവരും, ഒന്നുമില്ല. വിൽക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വിൽക്കുക. നാളെ KSBC തീരുമാനിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുകയാണ് ബിയർ വിൽക്കണ്ട കേരളത്തിൽ, അല്ലെങ്കിൽ വൈൻ വിൽക്കണ്ട കേരളത്തിൽ. വൈൻ വിൽക്കില്ല, പറ്റില്ല. വീട്ടിലാളുകൾ വൈൻ ഉണ്ടാക്കി വിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലാതെ ചെയ്യില്ല. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെയും ഈ ബജറ്റിൻ്റെയും ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ആളുകൾ കൂടി എൻ്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്.